1995 ന്യൂ ജേഴ്സിയിൽ തുടക്കമിട്ട പ്രസ്ഥാനമാണ്. അതിൻ്റെ 15th ബൈനൽ കോൺഫറൻസിനോടനുബന്ധിച്ചുള്ള പത്രസമ്മേളനമാണ് നടക്കുന്നത്. ഇവിടെ ഇന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ബഹുമാന്യനായ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോൺ മത്തേയ് സാർ, വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റഫർ വർഗീസ് സാർ, അതുപോലെ ഇന്ത്യ റീജിയന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MG ശ്രീജിത്ത്, കേരള കൗൺസിലിന്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് ആശ പോൾ, ഞാൻ ഇന്ത്യ റീജിയന്റെ ചെയർമാനാണ് അഡ്വക്കേറ്റ് KV സാബു. ഒരാളും കൂടിയും വരും, അത് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ PV ബോസ്, അദ്ദേഹം വരും. ഇതിന് ആദ്യമായി സ്വാഗതം പറയുന്നതിന് വേണ്ടി ഞാൻ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റഫർ വർഗീസ് സാറിനെ ആദരവ് ക്ഷണിക്കുകയാണ്. വേൾഡ് മലയാളി കൗൺസിലിന്റെ 15ാമത് ഗ്ലോബൽ കോൺഫറൻസ് ആണ് നടക്കാൻ പോകുന്നത്. ഞാൻ സ്വാഗതമല്ല, ഞാൻ മൊത്തത്തിൽ ബ്രീഫിങ്ങിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. 45 രാജ്യങ്ങളിൽ ഉള്ള ഒരു സംഘടനയാണ്. ന്യൂ ജേഴ്സിയിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ TN ശേഷൻ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇതിൻ്റെ ചെയർമാനായിരുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. തുടക്കത്തിലുള്ള ആശയം എന്ന് പറഞ്ഞാൽ വലിയൊരു സ്വപ്നത്തോടെയാണ് തുടങ്ങിയത്. തുടക്കത്തിലുള്ള ആശയം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മലയാളികൾക്ക് പ്രാദേശികമായി എല്ലാ രാജ്യങ്ങളിലും സംഘടനകളുണ്ട്. കേരള സമാജങ്ങൾ തുടങ്ങി പല സംഘടനകളുണ്ട്. പക്ഷേ ലോകത്താകമാനം മലയാളികളെ കോർത്തെടുക്കുന്ന ഒരു സംഘടന വേറെയില്ല. പ്രവാസം തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. ഏകദേശം 70കളിൽ വളരെ പ്രബലമായി മിഡിൽ ഈസ്റ്റിലേക്കും അതിനെ തുടർന്ന് അമേരിക്കയിലേക്കും തുടർന്ന് യൂറോപ്പിലേക്കും പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് ഏറ്റവും കുറഞ്ഞത് 50 വർഷത്തിന് അല്ലെങ്കിൽ 70 വർഷത്തിന് മുകളിലായി വളരെ സജീവമായിട്ട് തുടങ്ങി. പ്രവാസം തുടങ്ങുന്നതോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങി. അമേരിക്കയിലുണ്ടാകുന്ന ഒരു മലയാളിയുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും ലീഗൽ കാര്യങ്ങളുമല്ല യൂറോപ്പിലുണ്ടാകുന്നത്. യൂറോപ്പിലുണ്ടാകുന്ന ഒരാളുടെ എല്ലാം മിഡിൽ ഈസ്റ്റാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ പ്രവർത്തിക്കുന്ന ഇപ്പോഴത്തെ ഒരു ടെറൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളം വിട്ടിട്ട് ഇന്ത്യക്ക് പുറത്ത് ധാരാളം പ്രവാസികൾ, കേരളത്തിന് പുറത്തും NRKs ഉണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ സംസാരിക്കാനും അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയായിരുന്നു 95 തുടങ്ങിയ വേൾഡ് മലയാളി കൗൺസിലിന്റെ ആ കോൺഫറൻസിൽ ഉണ്ടായൊരു തീരുമാനം. അങ്ങനെയാണ് TN ശേഷൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭര വ്യക്തികൾ ഇതിന്റെ ചെയർമാനായിട്ട് വരുന്നത്. തുടർന്ന് കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു വരികയാണ്. ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് ഗുണമുള്ളത് പ്രവാസി സമൂഹത്തിനാണെങ്കിലും അതിനോടൊപ്പം തന്നെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യാൻ വേൾഡ് മലയാളി കൗൺസിൽ കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒത്തിരിയധികം പ്രോജക്ട്സുകൾ, കേരളത്തിലെ ഗ്രാമങ്ങൾ ദത്തെടുക്കുക, ക്ലീൻ കേരള പ്രോജക്ട്സ് തുടങ്ങി നിരവധി കാര്യങ്ങൾ. കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതി 25 നിർധന പെൺകുട്ടികളുടെ വിവാഹം നമ്മൾ നടത്തിയിരുന്നു. അവർക്ക് സ്വർണവും വിവാഹത്തിലുള്ള ചെലവുകളും പൈസയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്ത് ഒരു മനോഹരമായ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ സഹായത്തോടെ ഗാന്ധി ഭവനാണ് അവരെ ഈ കേരളത്തിലുടനീളമുള്ള ഈ വധുവരന്മാരെ തിരഞ്ഞെടുത്തത്. ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ലോക്കൽ ബോഡീസിന്റെ ഒക്കെ സഹായത്തോടെയാണ് ഇവരെ തിരഞ്ഞെടുത്ത് നമ്മൾ നടത്തിയത്. അവർ ഏറ്റവും ആദരപൂർവ്വം ബഹുമാനപൂർവ്വമുള്ള ഒരു ചടങ്ങായിരുന്നു. ഒരു സാധാരണ സമൂഹം പോലെ അല്ലായിരുന്നു. ഏറ്റവും മനോഹരമായ ഒരു വ്യക്തിക്ക് സ്വന്തം കല്യാണം നടത്തിയ രീതിയിലാണ് നമ്മൾ നടത്തിയത്. ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട്. പ്രസിഡന്റ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 30ാമത് വർഷത്തിലെ 31ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. 15ാമത്തെ ബൈനിയൽ കോൺഫറൻസ് ആണ്. ഇത് ടെക്സാസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അമേരിക്കയിൽ ടെക്സാസിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയിൽ തുടങ്ങിയ പ്രസ്ഥാനം, ന്യൂ ജേഴ്സി തുടങ്ങിയ പ്രസ്ഥാനമാണ്. 30ാം വർഷമായിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് അവിടെ തന്നെ എത്തിച്ചേരുകയാണ്. ഇതിൽ കുറേയധികം പ്രമുഖ വ്യക്തികൾ ഈ കോൺഫറൻസിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നു. അവിടെ നിന്നുള്ള ഒരു ജഡ്ജ് സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മലയാളിയാണ്. ഹൂസ്റ്റണിലെ 5th ഡിസ്ട്രിക്റ്റിലെ ജഡ്ജാണ് അദ്ദേഹം. കെൻ മാത്യു എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റി കൗൺസിൽ മെമ്പറുണ്ട് ഹൂസ്റ്റണിലെ. മനു ഡാരി എന്ന് പറഞ്ഞിട്ട് സണ്ണിവേൽ കൗൺസിൽ മെമ്പറുണ്ട്. ഭാഗ്യവശാൽ മലയാളിയാണ്. ഞങ്ങളുടെ തന്നെ സണ്ണിവേൽ പ്രോവിൻസിന്റെ പ്രസിഡന്റ് കൂടിയാണ്. സജി ജോർജ് എന്നിട്ട് സണ്ണിവേലിന്റെ മേയർ പങ്കെടുക്കുന്നുണ്ട്. ഇർവിംഗ് സിറ്റി മേയർ പങ്കെടുക്കുന്നുണ്ട്. അൽസപ്നയുടെ മേയർ പങ്കെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞാനത് പിന്നീട് നിങ്ങൾക്ക് എഴുതി അയച്ചു തരാം. കോപ്പൽ മേയർ ടെമ്പിള് ബിജു വർഗീസ് ഉണ്ട്, അദ്ദേഹം മലയാളിയാണ്, അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. റിച്ചാർഡ്സൺ സിറ്റി കൗൺസിൽ മെമ്പർ എലിസബത്ത് മാൻഡ്ലോർ, അവരും മലയാളിയാണ്, പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ജനറൽ ഓണറബിൾ DC മഞ്ജുനാഥ്, ഇങ്ങനെ തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളുടെ പ്രസിഡന്റ് അതിനെ കുറിച്ച് പറയും. അങ്ങനെ ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഒരു വലിയ കോൺഫറൻസ് ആണ് നടക്കാൻ പോകുന്നത്. ഇവിടെ ചെയ്യുന്നത് നമ്മൾ 6 റീജിയനുകളുണ്ട്. അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്,
ഈസ്റ്റ് ആഫ്രിക്ക ആൻഡ് ഏഷ്യ, അതായത് ഓസ്ട്രേലിയ, അങ്ങനെ തുടങ്ങി ബാക്കി ഭാഗങ്ങളൊക്കെ ചേരുന്ന ഈ റീജിയനുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു വലിയ കോൺഫറൻസ് ആണ്. ഈ കോൺഫറൻസിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ഈ പ്രസ് കോൺഫറൻസ് കൂടിയിരിക്കുന്നത്. ഇനി വേൾഡ് മലയാളി കൗൺസിലിനെ കുറിച്ചും അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമായിട്ട് വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് കഴിഞ്ഞ 30 വർഷക്കാലമായി ഈ സംഘടനയോടൊപ്പമുള്ള ജോൺ മത്തായി സാറ് സംസാരിക്കും. ജോൺ മത്തായി സാറ് ദുബായിലൊരു വലിയ വ്യവസായിയാണ്. ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓണറാണ്. അവിടെയുള്ള മീഡിയക്കാർക്കൊക്കെ നന്നായി അറിയാം. അവിടുത്തെ റേഡിയോയിലൊക്കെ ഞാനവിടെ ദുബായിൽ 30 വർഷമായി പോയിട്ട് ചെല്ലുന്ന കാലം മുതൽ കേൾക്കുന്ന ഒരു പരസ്യമാണ് ധന്യ ഗ്രൂപ്പിൽ. അത്രയും അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഈ നമ്മുടെ കോൺഫറൻസിനെ കുറിച്ചും വേൾഡ് മലയാളി കൗൺസിലിന്റെ ഇപ്പോഴും നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും ഈ കോൺഫറൻസിൽ നടത്താൻ പോകുന്ന പ്രഖ്യാപനങ്ങളെ കുറിച്ചും വിശദമായി സംസാരിക്കും. എല്ലാവർക്കും വേൾഡ് മലയാളി കൗൺസിലിന്റെ സ്നേഹവന്ദനം. എന്നെപ്പറ്റി ക്രിസ്റ്റഫർ പറഞ്ഞു. ഞാൻ കായംകുളമാണ് എൻ്റെ വീട്. 79 മുതൽ UAE പ്രവാസിയാണ്. വേൾഡ് മലയാളി കൗൺസിൽ ഏകദേശം ഒരു 29-30 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ വേൾഡ് മലയാളി കൗൺസിലിനെ പറ്റി പറയുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ഓർഗനൈസേഷൻ എന്നാണ് നമുക്ക് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാര്യം കേരളത്തിലുള്ള മലയാളികളും വിദേശത്തിലുള്ള മലയാളികളും തമ്മിലുള്ള ഒരു നെറ്റ്വർക്ക് ഓർഗനൈസേഷനാണ് ഇതൊരു പ്രവാസി സംഘടനയല്ല. ഇതൊരു കേരളത്തിലുള്ള മലയാളികൾ. കേരളത്തിൽ നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് യൂണിറ്റുകളുണ്ട്. കേരളത്തിൽ 4 പ്രൊവിൻസുകളും അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് ആശ. ഇത് ഞങ്ങളുടെ എല്ലാ പ്രൊജക്റ്റുകളും മേജർ പ്രൊജക്റ്റുകളും ചെയ്യുന്നത് കേരളത്തിലാണ്. അപ്പം അമേരിക്കയിൽ ഇരിക്കുന്ന മലയാളികൾക്ക് അവരുടെ ദേശത്ത് ഒരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ഈ നെറ്റ്വർക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ആ പഞ്ചായത്തിൽ ഒരാളുണ്ടാവും, ആ ഡിസ്ട്രിക്റ്റിൽ ആൾക്കാരുണ്ടാവും, അവിടെ ഒരു യൂണിറ്റ് ഉണ്ടാവും. ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ സെക്രട്ടറി വിശദീകരിച്ചു. കഴിഞ്ഞ ബൈനിയൽ കോൺഫറൻസിൽ മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്ത് തിരുവനന്തപുരത്ത് ഹയാത്ത് റീജൻസിൽ വെച്ചാണ് നടത്തിയത്. അതുപോലെ ഓഗസ്റ്റ് മാസം 1, 2, 3, 4 തീയതികളിലാണ് പിണറായി വിജയൻ സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാറാണ് നമ്മുടെ ബൈനിയൽ കോൺഫറൻസിന്റെ ഗ്രാൻഡ് ഫിനാലെ ക്ലോസിംഗ് സെറമണി ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ എപ്പോഴും നമ്മുടെ മീറ്റിങ്ങുകളിൽ പ്രമുഖരായ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ ബൈനിയൽ കോൺഫറൻസ് ഡാലസിൽ വെച്ചാണ് നടക്കുന്നത്. വളരെ പ്രൗഢഗംഭീരമായ ഒരു കോൺഫറൻസ് ആണ് നടക്കുന്നത്. വിജ്ഞാനപൂർവമായ ഒരു കോൺഫറൻസ്. അതായത് നമുക്ക് മെഡിക്കൽ ഫോറം ഉണ്ട്, യൂത്ത് ഫോറം ഉണ്ട്, വിമൻസ് ഫോറം ഉണ്ട്, NRK ഫോറം ഉണ്ട്, അങ്ങനെ ബിസിനസ് ഫോറം ഉണ്ട്. ഈ ഫോറത്തിലുള്ള ഡിസ്കഷൻസ് ആണ് വരും തലമുറയെ നമ്മൾ എങ്ങനെ വാർത്തെടുക്കാം, നമുക്ക് മറ്റു കാര്യങ്ങൾ കേരളത്തിൽ എങ്ങനെ നടപ്പാക്കാം. ഇപ്പൊ വിദേശത്ത് പോകുന്ന ഒരു മലയാളിക്ക് അവന്റെ നാടിനെ പറ്റി ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം, എന്റെ ഗ്രാമം എന്റെ സ്വപ്നം എന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റാണ് മലയാളികൾക്കുള്ളത്. എന്ത് ഡെവലപ്മെന്റ് വിദേശത്ത് വന്നാലും അത് കേരളത്തിൽ എങ്ങനെ കൊണ്ടുവരണം എന്ന് നമ്മൾ എപ്പോഴും നോക്കുന്നു. ഈ ക്ലീൻ കേരള പ്രൊജക്ട് വേൾഡ് മലയാളി കൗൺസിൽ ഏറ്റെടുത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തതാണ്. പക്ഷെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒരു ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു ടൗണിൽ നമ്മൾ ഡസ്റ്റ്ബിൻ വെച്ച് ട്രെയിനിങ് കൊടുത്ത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും ആരും മെയിൻറ്റെയിൻ ചെയ്യാനില്ലാത്ത രീതിയിൽ അതങ്ങനെ പോകും. അതുപോലെ നദികളുടെ ശുദ്ധീകരണം, ഗ്രാമങ്ങൾ ദത്തെടുക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇനി നവകേരളം എന്ന് പറഞ്ഞത് വേൾഡ് മലയാളിയുടെ ഒരു കൺസെപ്റ്റാണ് നവകേരളം. അത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് നവകേരളത്തിന്റെ കൺസെപ്റ്റ് ഇല്ല, വന്ന് എല്ലായിടത്തും പോയി എല്ലാവരെയും അതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഈ വേൾഡ് മലയാളി കൗൺസില് ഈ 15ാമത് സമ്മേളനത്തിൽ നമ്മൾ കഴിഞ്ഞ സമ്മേളനത്തിൽ 5 വീടുകൾ നമ്മൾ ആ സമ്മേളനത്തോടനുബന്ധിച്ച് തന്നെ പാവപ്പെട്ടവർ ഹോം ഫോർ ഹോംലെസ് എന്നുള്ള പ്രൊജക്ട് അന്നാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. ഈ 15ാമത് കോൺഫറൻസില് നമ്മൾ 15 വീടുകളാണ്, വീടുകളില്ലാത്ത നിർധനരായവർക്ക് സ്ഥലമുണ്ടാവണം, അവർക്ക് 15 വീടുകൾ നമ്മൾ ഈ അടുത്ത ടൈമിൽ വെച്ച് നൽകാൻ നമ്മൾ ഓൾറെഡി ഇന്നത്തെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷകരമായ വാർത്ത നമ്മൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു വീട്, 15ാമത്തെ സമ്മേളനമായിട്ട് ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിൽ 2 വീട്, അങ്ങനെയാണ്. അപ്പോൾ 15 വീട് നമ്മൾ വെച്ചു. അത് കേരളത്തിലുള്ള കമ്പനി കേരള കൗൺസിലായിരിക്കും അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. കേരളത്തിൽ എവിടെ വെക്കണം, എന്താണ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫിലാഡൽഫിയ പ്രൊവിൻസ് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രൊവിൻസ്
25 പെൺകുട്ടികളുടെ വിവാഹം നടത്തി. മാംഗല്യം സെക്രട്ടറിയോട് സൂചിപ്പിച്ചതുപോലെ അത് പ്രൗഢഗംഭീരമായ ഒരു വിവാഹം. നമ്മുടെ വീട്ടിലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം എങ്ങനെ നടത്തുന്നു അതേ രീതിയിലാണ് നമ്മൾ വിവാഹം നടത്തിയത്. അവരെ നമ്മൾ രാവിലെ അണിയിച്ചൊരുക്കി, അവർക്കുള്ള ആഭരണങ്ങൾ മേടിച്ചു കൊടുത്തു, അവരെ മേക്കപ്പ് ചെയ്തു, എല്ലാവർക്കും മേക്കപ്പ് ആൾക്കാരെ കൊണ്ടുവന്നു, അവർ കല്യാണ മണ്ഡപം ഒരുക്കി, ഫോട്ടോഷൂട്ട് നടത്തി അതിഗംഭീരമായി. അതായത് വീട്ടിൽ ഒരു എന്താണ് ഒരു സമൂഹ വിവാഹം ആയിരുന്നില്ല. ഓരോ കുട്ടികളും അവരുടെ സ്വപ്നത്തിന് തുല്യമായ വിവാഹം നമ്മൾ നടത്തി കൊടുത്തു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ കോൺഫറൻസിന് ചെയ്ത വലിയൊരു പ്രൊജക്റ്റ് അതാണ്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് ഇതാണ് നമ്മുടെ. അതുപോലെ ഈ ഗ്ലോബൽ കോൺഫറൻസിനോട് ചേർന്ന് തന്നെ നമ്മൾ ഈ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മുൻ ചെയർമാൻ, അദ്ദേഹം നമ്മളെ വിട്ടുപോയി, മലബാർ ഗോൾഡിന്റെ കോ ചെയർമാനായിരുന്നു അദ്ദേഹം, ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജി. അദ്ദേഹത്തിന്റെ നാമത്തിൽ നമ്മളൊരു അവാർഡ് കൊടുക്കുന്നു. ആ അവാർഡ് നമ്മൾ കമ്മിറ്റി സെലക്ട് ചെയ്തത് ഗാന്ധി ഭവന്റെ ഡോക്ടർ പുനലൂർ സോമരാജ് സാറിനെയാണ് ഇപ്രാവശ്യം നമ്മൾ സെലക്ട് ചെയ്തത്. അദ്ദേഹത്തിന് നമ്മൾ അറിയിച്ചു, അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം വരാൻ ശ്രമിക്കുന്നുണ്ട്. വന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധിക്ക് നമ്മൾ അവിടെ ഈ അവാർഡ് കൊടുക്കണം. പിന്നെ ബിസിനസ് എക്സലൻസ് അവാർഡ് മോബി കെ ബാബു, അദ്ദേഹം ബാംഗ്ലൂർ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം വരുന്നുണ്ട്, അദ്ദേഹത്തിനാണ് ബിസിനസ് എക്സലൻസ് അവാർഡ് കൊടുക്കുന്നത്. മറ്റ് അവാർഡുകൾ നമ്മൾ സെലക്ഷൻ കമ്മിറ്റി തന്നിട്ടില്ല, അതുകൊണ്ട് ഇതോടെ ഡിക്ലെയർ ചെയ്യാത്ത പല 3-4 അവാർഡുകളുണ്ട്. അത് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ ഇപ്പം സെലക്ഷൻ കിട്ടിയിട്ടില്ല. പിന്നെ ഇതാണ് പൊതുവെ പറയാനുള്ളത്. നമ്മുടെ 25 പേർക്ക് കൊടുക്കുന്ന ഒരു ആദിവാസി ഗ്രാമം നമ്മൾ ദത്തെടുക്കുകയാണ്. ഒരു വനവാസി ഗ്രാമം ദത്തെടുത്തിട്ട് ഗവൺമെന്റുമായിട്ട് ചേർന്നിട്ട് അതിന്റെ സ്ഥലങ്ങളുടെ സൗകര്യങ്ങളും കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോജക്റ്റ് നമ്മൾ സഹായിക്കുന്നത് ഗാന്ധി ഭവനാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ 25 ആദിവാസികൾക്ക് വനവാസികൾക്കാണ് ആ വീട് വെച്ചു കൊടുക്കുന്നത്. അതാണ് ഒരു പ്രോജക്റ്റ് ഉള്ളത്. ഇത് കൂടാതുള്ള പ്രോജക്റ്റാണ്. അതെ, ഇത് കൂടാനുള്ള പ്രോജക്റ്റാണ്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് നമ്മള് ഈ സമ്മേളനം നമ്മള് വി.ഡി. സതീശൻ സാർ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ സമ്മേളനം പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹത്തിനെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹം അന്ന് വലിയ തിരക്കില്ല, മുഖ്യമന്ത്രിയായ 2-3 ദിവസത്തിന് ശേഷമാണ് ഞാൻ പോയി കാണുന്നത്. അന്ന് വരാമെന്ന് സമ്മതിച്ചു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുള്ളി ഇന്നും ഞാൻ വിളിച്ചു, പുള്ളി വരാൻ പറ്റുമോ തോന്നില്ല എന്നാണ് പറഞ്ഞത്. മെസ്സേജ് തരാമെന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം വരാനിരുന്നൊരു സമ്മേളനമാണ്. അതുപോലെ രമേശ് ചെന്നിത്തല വരാനുള്ള സമ്മേളനമാണ്. ഇപ്പോഴത്തെ മന്ത്രിസഭയുടെ തിരക്കുകൊണ്ടാണ് ഇവരെല്ലാം ഓണവുമാണ്, അതുകൊണ്ടാണ് വിട്ടു നിൽക്കുന്നത്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 40 രാജ്യങ്ങളിൽ പ്രൊവിൻസുകളുണ്ട്. ഇപ്പൊ യൂറോപ്പിലുണ്ട്, അമേരിക്കയിലുണ്ട്, ഫാർ ഈസ്റ്റിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, മിഡിൽ ഈസ്റ്റിലുണ്ട്, ഇന്ത്യയിലുണ്ട്. കേരളത്തിന് വെളിയിൽ ഇവിടെ എല്ലാവരും കൂടി ഏകദേശം ഒരു 10,000 മെമ്പേഴ്സ് കാണും. രജിസ്റ്റേർഡ് മെമ്പേഴ്സ് ഇപ്പൊ നമുക്ക് വോട്ടിംഗ് അവകാശമുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 1000 പേരെങ്കിലും വോട്ടിംഗ് അവകാശമുണ്ട്. അല്ലാതെയുള്ള ജനറൽ ബോഡിയിലുള്ള മെമ്പേഴ്സ് വേറെയുമാണ്. എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പേഴ്സിനാണ് വോട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആ മെമ്പേഴ്സാണ്. ഇപ്പൊ ഡെലിഗേറ്റ്സ് ആയിട്ട് നമ്മളവിടെ 500 ഡെലിഗേറ്റ്സിന് നമ്മൾ കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നും എല്ലാം കൂടി ഇതിൽ പങ്കെടുക്കുന്നു. അതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെന്റുമായിട്ട് ചേർന്നിട്ട് ചെയ്തിട്ടുള്ള എഗ്രിമെന്റുകളാണ്. ഈ നോളജ് എക്കണോമിക് മിഷനുമായിട്ട് നമ്മൾ ചേർന്നിട്ട് ഈ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കണ്ടുപിടിച്ച് കൊടുക്കാവുന്ന ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു KKM കഴിഞ്ഞ ഗവൺമെന്റ്. അതിനകത്ത് നമ്മൾ പാർട്ണറാണ്. അതിനകത്ത് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ജർമ്മനിയിലുള്ള ഒരാൾക്ക് ഒരു കമ്പനി നടത്തുന്ന ആൾക്ക് ആളിനെ വേണം. അത് നമ്മൾ ഈ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത് ഗവൺമെന്റ് അവരെ ട്രെയിനിങ് ചെയ്ത് നമുക്ക് അയക്കുമായിരുന്നു. പക്ഷെ അത് വലിയ സക്സസ് ആയിട്ട് നടന്നില്ല. അപ്പൊ ഇതിനിപ്പോ ഗവൺമെന്റ് മാറി. അങ്ങനെയാണ്. പിന്നെ KDISCുമായിട്ട് നമുക്ക് എഗ്രിമെന്റ് ഉണ്ട്. ഇപ്പൊ ഈ ഗവൺമെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ വേൾഡ് മലയാളി കൗൺസിലിന്റെ ലോഗോ ഉപയോഗിക്കാനുള്ള പേറ്റന്റ് ഉള്ള ഓർഗനൈസേഷനാണ്. ഇത് നമ്മൾ 25 വർഷം തേച്ച സമയത്ത് അന്നത്തെ ഇതാണ് ഞങ്ങളുടെ ഡോക്ടർ പി ഇബ്രാഹിം ഹാജി ഈ പടത്തിൽ കാണുന്നത്, ഇപ്പുറത്തിരിക്കുന്ന ഞാൻ. ഇത് നമ്മൾ 25 MBR ക്യാൻസർ സെന്ററോട് ചേർന്നിട്ട് 5 റൂമുകൾ നമ്മൾ പണിഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ക്യാൻസർ സെന്ററിൽ വരുന്ന
രോഗികളായിട്ട് വരുന്നവരുടെ ബൈസ്റ്റാൻഡറായിട്ട് വരുന്ന ആൾക്കാർക്ക് താമസിക്കാനും അവർക്കുള്ള ആഹാരവും നമ്മൾ ഇവിടെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്, ഇവരുമായിട്ട് ചേർന്നിട്ടാണ്. അതിപ്പോൾ സ്റ്റിൽ അത് ഗോയിങ് ഓൺ. അതിപ്പം രമേശ് ചെന്നിത്തലയുടെ ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് തൂഫാൻ വാരിയേഴ്സിന്റെ കേരളത്തിലുടനീളം നമ്മളും അതിന്റെ ഭാഗമാകാം, എഗ്രിമെന്റ് ഉണ്ടാക്കാമെന്ന് ഇന്നലെ ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം നമുക്കെല്ലാം ആശംസ കുറച്ച് മെസ്സേജ് തന്നു. ഇതിന് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ കുറെ ഫോറംസ് ഉണ്ട്. അതിൽ പ്രധാന വിമൻസ് ഫോറം, യൂത്ത് ഫോറം എന്നുള്ള 2 ഫോറംസ് ഉണ്ട്. സാറ് പറഞ്ഞത് പ്രൈമറി മെമ്പർഷിപ്പാണ്. അവരവരുടെ കുറെ പ്രവർത്തനങ്ങളുണ്ട്. വിമൻസ് ഫോറം ഈ കൂൺ കൃഷി കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കുറെ പ്രോജക്ട്സ് ചെയ്തിരുന്നു. അതുകൂടാതെ ഈ പെണ്ണുങ്ങൾക്ക് തൊഴിൽ കണ്ടെത്താനായിട്ട് ഈ നമ്മുടെ സ്വീയിങ് മെഷീൻസ് ഉണ്ട്, തയ്യൽ മെഷീൻസ് ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് അവരെ അതിന് പ്രോത്സാഹിപ്പിക്കുന്ന രീതി, അത് വളരെ നിർദ്ധനരായ കുടുംബത്തിലുള്ള ആൾക്കാർ അതിനെ കുറിച്ച് പ്രോജക്ട്സ് അവർ ചെയ്തിരുന്നു. യൂത്ത് ഫോറം ഉണ്ട്. യൂത്ത് ഫോറം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോബലി, അപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ലോകത്ത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, അതായത് അവരേറ്റെടുത്ത വിഷയം തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിക്കണം. പീസ്, സമാധാനം ലോകത്ത് കൊണ്ടുവരാനായിട്ട്. ലോകത്ത് മുഴുവൻ അശാന്തിയാണ്. യൂത്ത് ആ ഒരു പ്രോജക്റ്റായിട്ട് വന്നിട്ട് പല രാജ്യങ്ങളിൽ ആൾക്കാരെ ബോധവൽക്കരിക്കുകയാണ്. യുദ്ധമല്ല, സമാധാനം നമുക്ക് വേണ്ടെന്നുള്ള ഒരു വലിയ ക്യാമ്പയിൻ അവർ നടത്തിയിരുന്നു. അതോടെ നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസിന് റീസൈക്ലിങ്ങിന് ഒരു വലിയ ഗ്രീൻ പ്രോജക്റ്റ് നമ്മുടെ പ്രോജക്റ്റ് അവർ ചെയ്തിരുന്നു. എന്ന് കൂടാതെ നമ്മുടെ കരിയർ ഗൈഡൻസ് ക്യാമ്പുകൾ നമ്മൾ ചെയ്തിരുന്നു. നമ്മുടെ ദിവ്യ IAS IM-നൊക്കെ വെച്ചിട്ട്, പഴയ കൗൺസിൽ ജനറൽ ശ്രീനിവാസൻ സാറിനെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു IAS-ന് കുട്ടികളെ പ്രിപ്പയർ ചെയ്യാനുള്ള ക്യാമ്പുകൾ നമ്മൾ കുറച്ച് ചെയ്തിരുന്നു. അത് നമ്മുടെ എഡ്യൂക്കേഷൻ ഫോറമാണ്. അങ്ങനെ ഫോറംസിന് വേറെ പ്രവർത്തനങ്ങളുണ്ട്. ലീഗൽ ഫോറം ഉണ്ട്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നിയമങ്ങൾ മാറുന്നുണ്ട് പല രാജ്യങ്ങളിലും. അപ്പൊ ഇവിടെ നിന്ന് പോകുന്നവർക്ക് അവിടുത്തെ നിയമങ്ങൾ അറിയില്ല. അവിടെ ഇരിക്കുന്നവർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ മീഡിയസ് ആണെങ്കിൽ പ്രത്യേകിച്ച് അറിയാം, US-ലൊക്കെ ഇരിക്കുന്നവർക്ക് ഇവിടുത്തെ നിയമങ്ങൾ ശരിക്കും ബോധമുണ്ട്. അപ്പൊ അവരോട് ഒരു പല കാര്യങ്ങൾക്കും അവർക്ക് ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ നമുക്കൊരു ലീഗൽ ഫോറം ഉണ്ട്. ഈ ഫോറത്തിന് സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ ലീഗൽ ഫോറത്തിൽ പെട്ട 2 പേരാണ് അഡ്വക്കേറ്റ് KV സാബു സാറും MG ശ്രീത്ത്, അതുപോലെ തന്നെ നമ്മുടെ ആശാ പോൾ മേഡം. ഇങ്ങനെ കുറെ ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമാണെന്ന് മലയാളിക്ക്, കേരളത്തിലിരിക്കുന്ന മലയാളിക്ക് തോന്നുന്നൊരു കാര്യം ചിലപ്പോൾ ഒരു ആധാർ കാർഡ് എടുക്കാനായിരിക്കും. പക്ഷെ അതൊരു വലിയ കാര്യമാണ് വിദേശത്തിരിക്കുന്നത്. കാരണം അയാൾക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. ഇവിടെ വരുമ്പോൾ KYC അപ്ഡേറ്റ് ചെയ്യണം. ഞാനിത് കടന്നു പോയാളായിട്ട് പറയാം. ഇവിടെ വരുമ്പോൾ നമുക്കിത് വലിയ പാൻ കാർഡ് എടുക്കണം, പലർക്കും ഇല്ല. ഇത് ചെറിയ കാര്യങ്ങൾ. പിന്നെ പ്രോപ്പർട്ടി, മാരേജ് രജിസ്ട്രേഷൻസ്, ഇവിടെയുള്ള പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കൗൺസിലിംഗ് സെഷൻസ് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. നമുക്കൊരു സെപ്പറേറ്റ് വെബ്സൈറ്റ് ഉണ്ട്, ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ഫോറം സെപ്പറേറ്റ് വെബ്സൈറ്റ് ഉണ്ട്. ഇതിനകത്ത് ലോകം മുഴുവനുള്ള പ്രശസ്തരായ ഡോക്ടർമാരുണ്ട്. ഫ്രീ കൺസൾട്ടേഷനാണ്. ഇതിനകത്ത് വിളിക്കാൻ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. വെബ്സൈറ്റിനകത്തൂടെ രജിസ്റ്റർ ചെയ്യാം. ഏത് കാര്യത്തിനും ഒരു ഗ്ലോബൽ, അതായത് ഇന്റർനാഷണലി അക്രഡിറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ഗൈഡൻസ് അതിനകത്ത് കിട്ടും. അതൊരു വലിയ കാര്യമാണ്. പലപ്പോഴും ഒരുപാട് പേർക്ക് കൗൺസിലിങ്ങിന്റെ ആവശ്യങ്ങൾ വരാറുണ്ട്. വലിയ അസുഖങ്ങൾ ചിലപ്പം ട്രീറ്റ് ചെയ്യാൻ ഇവിടെ നിന്ന് വിദേശത്ത് പോകേണ്ട ആവശ്യം വരും. അപ്പൊ നമ്മൾ സഹായിക്കും. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ പിന്നെ കഴിഞ്ഞ മാസം നടന്നൊരു കാര്യം പറയാം. ജർമ്മനിയിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പൊ ഈ വിവരം അവിടെ നിന്നുള്ള, ജർമ്മനിയിൽ നിന്നുള്ള ഈ കുട്ടിയുടെ കൂടെ പിന്നെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്നെ വിളിച്ച് പറയുന്നു. ഇന്ത്യ റീജിയന്റെ സെക്രട്ടറി RK നായർ സാർ വഴിയാണ് ഞാനത് അറിയുന്നത്. നമ്മുടെ ഉടനെ യൂറോപ്പിലുള്ള, നമ്മുടെ ജർമ്മനിയിലുള്ള യൂറോപ്പ് റീജിയന്റെ സെക്രട്ടറി ജോസ് കുമ്പളവേൽ ഒരു മാധ്യമ പ്രവർത്തനം കൂടിയാണ്. അദ്ദേഹത്തെ ഞാനത് അറിയിക്കുന്നു. നമ്മുടെ ശ്രമപരമായിട്ട് 2 ആഴ്ച കൊണ്ട് ആ ഡെഡ് ബോഡി അവിടെ നിന്ന്, പ്രത്യേകിച്ച് സൂയിസൈഡും കൂടെ ആയിരുന്നു, അവിടെ നിന്ന് നമുക്കിവിടെ നാട്ടിലെത്തിക്കാൻ കഴിയും. ഇതൊരു വലിയ കാര്യമാണ്. വിദേശത്ത് നിന്ന് ഒരു ഡെഡ് ബോഡി കൊണ്ടുവരുന്നത് വലിയ കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ ന്യൂസിലൊക്കെ പലപ്പോഴും കൊടുത്തിട്ടുണ്ട്, 3-4 മാസങ്ങൾ ചിലപ്പം എടുക്കും ഈ പ്രോസസ്സ് ചിലപ്പോൾ തീരാൻ. അപ്പൊ നമുക്കവിടെ പോലീസിനും മറ്റൊക്കെ NGO, ഞങ്ങൾ രജിസ്റ്റേർഡ് NGO ആണ്. അതിൻ്റെതായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ ക്ലിയറൻസ്, പിന്നെ എംബാമിങ്, അതുപോലെ തന്നെ ഇതിന്റെ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് ഡെഡ് ബോഡി ഇവിടെ എത്തിച്ചു കൊടുത്തു. അതായത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ബൈസ്റ്റാൻഡർ വേണം ബോഡിക്ക്. പിന്നെ ഫ്ലൈറ്റിൽ കാർഗോ ആണ്, ഇപ്പോൾ വലിയൊരു ചിലവുണ്ട്. അവിടെ തന്നെ മെഡിക്കൽ പ്രോസസ്സിന് വലിയൊരു ചിലവുണ്ട്. ഇത് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിച്ചു കൊടുത്തത്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്തത്. അപ്പം അങ്ങനെ സാബു സാറൊക്കെ അതിന്റെ വീട്ടിൽ പോയിരുന്നു, നമ്മൾ റീത്ത് വയ്ക്കാനൊക്കെ പോയിരുന്നു. ഇനി ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. ഞങ്ങളുടെ CPSC എന്ന് പറയുന്നത് നമുക്കൊരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഒരു 10 അംഗങ്ങളാണ് മൊത്തമുള്ളത്. അതിനകത്ത് ഗ്ലോബൽ ചെയർമാൻ ഗോപാലപിള്ള സാർ ഡാർസിൽ നിന്നാണ്, ഞാൻ UAE നിന്നാണ് പ്രസിഡന്റ്, സെക്രട്ടറി ഇന്ത്യയിൽ നിന്നാണ്, ട്രഷററും ഇന്ത്യയിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇതിന്റെ ഭാരവാഹിത്വത്തിലെത്തുന്നത്.
ഇനി അടുത്ത ഇലക്ഷൻ ഞങ്ങളുടെ അടുത്ത പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് ഈ കോൺഫറൻസിൽ വെച്ചാണ്. അതും അതിന്റെ കൂട്ടത്തിൽ തന്നെ നടക്കും. പോലെ ഇതൊരു പ്രവാസി സംഘടനയല്ല. നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തെമ്പാടുമുള്ള മലയാളികളും കേരളത്തിലെ മലയാളികളും തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിന് വേണ്ടി. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ജപ്പാനിൽ ബിസിനസ് ചെയ്യുന്ന മലയാളികൾ നമ്മളുടെ ഓർഗനൈസേഷനിലുണ്ട്. അപ്പം നമ്മളിൽ ആർക്കെങ്കിലും ഒരു മലയാളിക്ക് ഇതിൽ അംഗമാകണമെന്ന് പോലും ഇല്ല. നമ്മൾ സാധാരണ വാളണ്ടിയർ ആണെങ്കിൽ പോലും ആ വ്യക്തിക്ക് ജപ്പാനിൽ പോകാതെ സാധാരണയായിട്ട് ഇവിടെ കൺസൾട്ടൻസും മറ്റ് ഏജൻസികളും വഴിയൊക്കെ വേണം നമുക്ക് ജപ്പാനിൽ എങ്ങനെയാണ് ആ ബിസിനസ്സിൻ്റെ അതിൻ്റെ ലീഗൽ പൊസിഷൻ എന്താണ്, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് കൺസൾട്ടൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു പരിചയമില്ലാത്ത ഒരാളുടെ മുമ്പിൽ പോയാണ് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. എന്നാൽ ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു നേട്ടമെന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നിലവിൽ സ്ട്രോങ് ആയിട്ട് 56 രാജ്യങ്ങളിൽ നമുക്ക് പ്രൊവിൻസുകളുണ്ട്. അപ്പോൾ ഈ വാട്സപ്പ് ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് നമുക്ക് ഈ ആശയം കൈമാറിയാൽ നമുക്കിപ്പോൾ കാനഡയിലോ ജർമ്മനിയിലോ യൂറോപ്പിലെ കൺട്രിയിൽ എവിടെയാണെങ്കിലോ നമുക്ക് അതിനെപ്പറ്റിയുള്ള എല്ലാ എക്സ്പെർട്ട് ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ IT മേഖലയിലുള്ള ആൾക്കാരുണ്ട്, അവിടുത്തെ ലീഗൽ സൈഡിലുള്ള ആൾക്കാരുണ്ട്, ബിസിനസ് രംഗത്തുള്ള ആൾക്കാരുണ്ട്, മറ്റ് അഗ്രികൾച്ചർ മേഖലയാണെന്നുണ്ടെങ്കിൽ ആ മേഖലയിലുള്ള ആൾക്കാർ നമുക്ക് അവിടെ വിദഗ്ധമായിട്ടുള്ള ഉപദേശം നമുക്ക് നമ്മളുടെ വിരൽത്തുമ്പിൽ കിട്ടാൻ വേണ്ടി ഈ ഗ്ലോബൽ നെറ്റ്വർക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്തിടെ അവിടെ ഗൾഫിൽ യുദ്ധം പ്രഖ്യാപിച്ചപ്പോഴും നിരവധി ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരും ഇവിടുന്ന് ജോലിക്ക് പോയ ആൾക്കാരും ചെറിയ ഹ്രസ്വ കാലയളവിലേക്ക് പോയ ആൾക്കാരും പെട്ടുപോയി. അവർക്ക് വേണ്ട ഹോട്ടലുകൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു, അവർക്ക് ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അവർക്ക് അത്യാവശ്യം പോയി വരാനുള്ള പണവുമായി പോയ ആൾക്കാരാണ്. അവരൊന്നും അറിയാതെ തന്നെ അവർക്ക് നമുക്കൊരു സ്പെഷ്യൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ആ ഒരു ഗ്രൂപ്പിന് സാധിച്ചു. ആ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെ നമുക്ക് റാന്നിയിലെ വിഷയം ഉണ്ടായി. അപ്പോൾ റാന്നിയിലെ നമുക്ക് കേരള കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ ചെയർമാൻ അവിടെയുള്ള ആളാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് അവിടത്തേക്ക് എത്തിക്കാനുള്ള ബിസ്ക്കറ്റുകൾ, നാപ്കിൻ, അത്യാവശ്യം ഡ്രസ്സുകൾ, ബാക്കി ഇന്നും നാളെയായിട്ട് ഡീറ്റെയിൽസ് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഗ്ലോബൽ നെറ്റ്വർക്കിൽ നമ്മൾ വാട്സപ്പ് മുഖേന നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട ഒരു സഹായം നമുക്ക് ഗ്ലോബൽ തലത്തിൽ നിന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകം നമുക്കറിയാം ഗവൺമെൻറ് സംവിധാനങ്ങളും NGO സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സമയദൈർഘ്യത്തിൽ വളരെ കുറഞ്ഞ ദൈർഘ്യത്തിൽ നമുക്ക് കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. ഇപ്പം ജർമ്മനിയിലുള്ള ഒരാളിന് നിലവിൽ നമുക്ക് ഒരു സംവിധാനമുണ്ട്, അതിൻ്റെ റൂട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായമോ മറ്റു രീതിയിലുള്ള സഹായങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്കുള്ളൊരു ബ്രിഡ്ജായിട്ട് നമ്മളിവിടെ വേൾഡ് മലയാളി കൗൺസിൽ പ്രവർത്തിക്കുന്നു. അതാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. സാറ് അർഹരായ 25 ആദിവാസി വനവാസി കുടുംബങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഭവനങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതോടൊപ്പം തന്നെ ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഈ 15ാമത്തെ ഗ്ലോബൽ കോൺഫറൻസോടനുബന്ധിച്ച് ഞങ്ങൾ 15 വീടുകൾ ഇന്നലെ വരെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇന്നലെ ആയിരുന്നു. ഇന്നലെ വൈകുന്നേരം വരെ 15 വീടുകൾ ഓഫറായിട്ടുണ്ട്. 14 ജില്ലകളിലായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന 15 നിർദ്ധരായ വ്യക്തികൾക്ക് 15 വീട്. ആ 15 എന്നുള്ളത് ഞങ്ങളുടെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഒരു 25 വീട് വരെ പോകാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ EC മീറ്റിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അവർ ബാക്കിയുള്ള പ്രൊവിൻസുകളും അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് ഒരു 10ഓളം വീടുകളൂടെ നമുക്ക് ഓഫർ കിട്ടി. ഒരു 25 വീട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 30 വീടാണ്. 30ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് 30 വീടാണ് ഞങ്ങളുടെ ആശയത്തിലുള്ളത്. 25 വീടുകളെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അടുത്ത 2 വർഷത്തെ ടൈമിനുള്ളിൽ ഒരു 25 വീട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഗ്ലോബൽ കോൺഫറൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയിക്കാനുള്ളത്. ഒരു കാര്യം, ചാരിറ്റി പ്രവർത്തനങ്ങൾ മാത്രമൊന്നല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ പുറത്ത് വിദേശികളായിട്ടുള്ള മലയാളികൾക്ക് അവർക്ക് നാട്ടിലേക്ക് വന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം അതും നമ്മൾ അവർക്ക് തിരിച്ച് അവർ കേരളത്തിലേക്ക് സഹായങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സൗജന്യമായിട്ട് ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഭാരവാഹികൾ ഇന്ത്യയിലെയും കേരളത്തിലുള്ള ഭാരവാഹികൾ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ചാരിറ്റി നമ്മൾ മെയിനായിട്ടെല്ലാം കേരളത്തിൽ തന്നെ ചെയ്യും. ചാരിറ്റി പ്രവർത്തനങ്ങൾ കേരളത്തിലേ ചെയ്യാറുള്ളൂ കൂടുതൽ. പിന്നെ അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് ആവശ്യം വന്നിട്ടില്ല. പക്ഷേ എപ്പോഴും കേരളത്തിൽ ആവശ്യങ്ങൾ കൂടുതലാണ്. ഇപ്പോൾ ചികിത്സാ സഹായമാണെങ്കിലും
അതുപോലെ തന്നെ നമ്മളിതുപോലെ രോഗികളുടെ ചികിത്സയ്ക്കുള്ള സഹായമാണെങ്കിലും എല്ലാം കേരളത്തിൽ നിന്നാണ് നമുക്ക് ആപ്ലിക്കേഷൻസ് വരുന്നത്. കൂടുതൽ ആപ്ലിക്കേഷൻ കേരളത്തിൽ നിന്നാണ്. പിന്നെ മലയാളികളാണല്ലോ, കേരളമാണല്ലോ അതിൻ്റെ നമ്മുടെ എല്ലാവരുടെയും ഉറവിടം. ആ കേരളത്തിലെ മലയാളികളാണല്ലോ വിദേശത്ത് പോയി ജോലി ചെയ്ത് സമ്പാദിക്കുന്നത്. അപ്പോൾ അവർക്കെപ്പോഴും അവരുടെ ദേശത്തുള്ളവരെ, അവരുടെ സ്ഥലത്തുള്ളവരെ സഹായിക്കണമെന്നുള്ളൊരു ചിന്ത നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ട്. അതാണ് നമ്മളെല്ലാ ഡിസ്ട്രിക്റ്റിലും ഇത് ചെയ്യുന്നത്. അതിനാണ് കൂടുതൽ ഈ കേരള കൗൺസിലും ഇതിൻ്റെ കൂടെ ചേർന്നത്. അപ്പോൾ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്, മുൻകൈ എടുക്കുന്നത് കേരള കൗൺസിലാണ്. അത് ഈ കേരള കൗൺസിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യ റീജിയൻ്റെ ഒരു ഇന്റേണൽ പാർട്ടാണ്. ഇന്ത്യ റീജിയൻ്റെ ചെയർമാനാണ് അദ്ദേഹം. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും നമുക്ക് ഓരോ പ്രൊവിൻസുകളും, അതാണ് നമ്മുടെ ഒരു പ്രവർത്തന രീതി. വേറെ ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് ക്ഷമിക്കണം. നമ്മുടെ ഈ വൈനർ കോൺഫറൻസിന്റെ കലാസന്ധ്യ നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് കലാസന്ധ്യ നടക്കുന്നത്. 3 ദിവസം അവരുണ്ടാവും. ഒരു കാര്യം കൊണ്ട് നമ്മുടെ ഈ അസോസിയേഷന്, ഈ NG അസോസിയേഷന് UN അംഗീകരിക്കാനുള്ള ആ ഒരു പ്രോസസ്സ് ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അത് ജനറൽ സെക്രട്ടറി പറയാൻ വിട്ടുപോയതാണ്. UN അംഗീകൃതമായ ഒരു NG അസോസിയേഷനായിട്ട് മാറും. അതിൻ്റെ അവസാന പ്രോസസ്സിലേക്ക് നടക്കുന്നതാണ്. ഈ ഫ്രാൻസിസ് ജോർജ് MP വരാമെന്ന് ഇന്നലെ എന്നോട് സംബന്ധിച്ചിട്ടുണ്ട്. കോട്ടയത്തെ MP ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹം നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കും. KC വേണുഗോപാൽ സാറ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കൺഫർമേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാര്യം വിദേശത്ത് പോകണമെങ്കിലുള്ള അവരുടെ ആ കാര്യം. പക്ഷേ ഇദ്ദേഹം ഇന്നലെ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇദ്ദേഹം ഉണ്ടാവും 100%. എന്തെങ്കിലും ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? അദ്ദേഹമാണ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഒസാക്ക ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ആണ് ഡോക്ടർ PB ബോസ്. നമുക്ക് അംഗത്വം എന്ന് പറയുന്നത് ബൈ ബർത്ത് അല്ലെന്നുണ്ടെങ്കിൽ ബൈ ലൈഫ് ഒരു മലയാളി ആയിരിക്കണം. വിവാഹം കൊണ്ട് മലയാളിയാവുന്ന ഇതിൽ കടന്നു വരുന്നവരുണ്ടാവും. അപ്പോൾ പല രാജ്യങ്ങളും പല രീതിയാണ്. കോസ്റ്റ് എന്ന് പറയുന്ന രാജ്യത്താണ്. ഇപ്പം US-ലാണെങ്കിൽ ഡോളറിലാണ്, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസിലാണ്. ഒരു വളരെ മിനിമം ആയിട്ടുള്ള ഒരു മെമ്പർഷിപ്പാണ്. പക്ഷേ മെമ്പർഷിപ്പിന് കുറച്ച് സ്ക്രൂട്ടിനി ഉണ്ട്. നമ്മുടെ എല്ലാവരും മെമ്പേഴ്സ് ആക്കാറുണ്ട്. മെമ്പേഴ്സായിട്ട് സമൂഹത്തിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു സർവീസ് മൈൻഡ് ഉണ്ടാവും. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഈ സംഘടനയിൽ കടന്നു വരുന്നവരായിരിക്കണം. ചാരിറ്റി മനസ്സുള്ളവരായിരിക്കണം. കൊടുക്കാൻ താല്പര്യമുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ഇതിനകത്ത് അഡ്മിറ്റ് ചെയ്യുക. കാരണം ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഈ നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിച്ച് അല്ലെ ഇവിടെ നിന്ന് ജീവിച്ച് മുന്നോട്ട് പോയിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കൊടുക്കാൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളൊന്നും പറയാത്തതാണ്. ഇപ്പം ചില കാര്യങ്ങളൊക്കെ ഇവരൊക്കെ സൂചിപ്പിച്ചു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് ഓരോരോ റിക്വസ്റ്റ് വരും. അത് നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആംബുലൻസുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ 30 വർഷത്തെ ചരിത്രം പറയുന്നുണ്ടെങ്കിൽ പ്രസ് മീറ്റ് തീരത്തില്ല. അതുകൊണ്ടാണ് ഈ ചുരുക്കി കാര്യങ്ങൾ ഇപ്പം റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് ഒത്തിരി കുട്ടികൾ സ്റ്റുഡൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ ഈ വർഷം തന്നെ 2 സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കരുതെന്ന് ഞാൻ അഡ്വൈസ് ചെയ്ത് കൊടുത്തു. ഒന്ന് പിന്നെ അയർലൻഡിലും ഒന്ന് ജർമ്മനിയിലും. ഈ രണ്ടിടത്തും അഡ്മിഷൻ എടുക്കാതിരിക്കുക. ഈ 2 യൂണിവേഴ്സിറ്റിയിൽ അക്രഡിറ്റഡ് ഇല്ല. അപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റിയിലെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ജോലി കിട്ടത്തില്ല. പക്ഷേ ഏജൻസികൾ ഇവരെ പറഞ്ഞു വിടും. ഈ യൂണിവേഴ്സിറ്റിയിൽ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. നല്ല സോഷ്യൽ മീഡിയ പ്രസൻസ് അവർക്കുണ്ടാവും. നല്ല വെബ്സൈറ്റ് ഉണ്ടാവും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്നത്. പബ്ലിക് യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പൊ ജർമ്മനിയിലൊക്കെ പബ്ലിക് യൂണിവേഴ്സിറ്റികളുണ്ട്. അവിടെ ഏജൻസിയോടൊന്നും ഇന്റർഫിയർ ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഗൈഡ് ചെയ്യാൻ മാത്രമേ പറ്റൂ. അപ്പൊ അവിടെ ടെസ്റ്റ് എഴുതി പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ് പാസ്സായി പോകുന്ന കുട്ടികൾക്ക് അവിടുത്തെ ജോലി സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വളരെ ബാഡാണ്. ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അയർലൻഡിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഒരു മെമ്പർ തന്നെ പ്രൊഫസറാണ്. അപ്പൊ ഞാൻ റീച്ച് ഔട്ട് ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ അവിടെ പ്രൊഫസറാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു ഇവിടെ അക്രഡിറ്റഡ് അല്ല. ഇവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം അവിടെ ജനിച്ച് അവിടുത്തെ പാസ്പോർട്ട് ഉണ്ട്. അവിടുത്തെ നാഷണൽ അയക്കുന്ന കുട്ടികൾ പഠിക്കുന്നതിന് കുഴപ്പം. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ വാല്യൂ അഡീഷൻ ഇല്ല ഇക്കാര്യത്തിൽ. ജർമ്മനിയിൽ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തു. പബ്ലിക് യൂണിവേഴ്സിറ്റി നമ്മളെല്ലാവരും കരുതുന്ന പോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് പോലെ തന്നെ അവിടെ കുറച്ച് ലേ ബാക്ക് ആയിരിക്കും. വെബ്സൈറ്റിൽ അത്ര സുന്ദരമായിരിക്കില്ല. യൂണിവേഴ്സിറ്റി ലുക്കൊക്കെ കുറവായിരിക്കും. അത് അപ്ലൈ ചെയ്ത് കിട്ടിയപ്പോൾ ആ കുട്ടി ഇപ്പം 1 പൈസയും കൊടുക്കുന്നതിന് മാത്രമല്ല അവർ ഇങ്ങോട്ട് ഗ്രാൻഡ് കിട്ടുന്നുണ്ട്. കാരണം ബ്രൈറ്റ് സ്റ്റുഡൻസിന് ഗ്രാൻഡ് കൊടുക്കുന്ന പ്രോജക്റ്റുകൾ ജർമ്മനി യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇത് വളരെ വേറൊരു പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങൾ മീഡിയക്കാരുടെ എന്തെങ്കിലും ശ്രദ്ധയിൽ വരുന്ന ആർക്കെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങളുടെ
ബന്ധപ്പെട്ട് ഞങ്ങളൊരു കണക്റ്റിംഗ് മീഡിയ ആണ് ഈ ഓഫീഷ്യൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ വലിയൊരു പ്രസൻസ് ഉണ്ട്, നമുക്ക് ഇന്ത്യയിൽ മൊത്തത്തിൽ വലിയ പ്രസൻസ് ഉണ്ട്. ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരാം. ഒത്തിരി പേര് പറ്റിക്കപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴ് പല രാജ്യങ്ങളും സ്റ്റേ ബാക്ക് ഇല്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പല രാജ്യങ്ങളും ഈ കോഴ്സുകൾ റിലവൻ്റ് അല്ല. ഒത്തിരി കോഴ്സുകൾ പക്ഷേ റിലവൻ്റ് അല്ല. അപ്പോൾ ഇതിന് പോകുന്ന കുട്ടികൾ ഒത്തിരി പെട്ടുപോകുന്നുണ്ട്. എല്ലാവർക്കും പോകണമെന്നാണ്, പക്ഷെ അവിടെ പോയിട്ട് എന്തുവെന്നുള്ളത് പലർക്കും അറിയത്തില്ല. കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കൂടുതലാണ്. ഹോസ്റ്റല്, അവിടുത്തെ കമ്മ്യൂട്ടേഷൻ, അവിടെ തന്നെ വരുന്ന മറ്റുള്ള എക്സ്പെൻസ് വളരെ കൂടുതലാണ്. ഇതൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കുന്ന ലോണ് പോരാ. പിന്നെ അവർ വേറെ ജോലി ചെയ്യേണ്ടി വരും, അഡീഷണൽ ആയിട്ട് ജോലി ചെയ്യേണ്ടി വരും. ആ ജോലിക്ക് തന്നെ ഇപ്പോൾ അവേഴ്സ് കുറച്ചിട്ടുണ്ട്. പണ്ട് അത്രയും അവേഴ്സ് ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഉണ്ടത് ഈ അഡീഷണൽ ഇൻകവും കുറവാണ്. അങ്ങനെ ഒരുപാട് പേര് സാമ്പത്തിക പ്രശ്നത്തിൽ പെടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഫോറം ഉണ്ട്. എഡ്യൂക്കേഷൻ ഫോറത്തിൻ്റെ കെയർ ഓഫിലും ഞങ്ങളുടെ മൊത്തത്തിലുള്ള നെറ്റ്വർക്ക് വെച്ചിട്ട് ഏകദേശ രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രസൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും. ഈ അടുത്ത കാലത്ത് കൊറിയയിൽ വളരെ ചുരുക്കം മലയാളികളുള്ള ഒരു സ്ഥലമാണ്. കൊറിയയിൽ ഒരു ആക്സിഡൻ്റ് ആയിട്ട് കിടന്നു. അപ്പോൾ അവരുടെ വീട്ടുകാർ നോർക്ക വഴി കോൺടാക്ട് ചെയ്തു നമ്മളെ. കാരണം നോർക്കയ്ക്ക് തീർച്ചയായിട്ടും ഒരു കോൺടാക്ട് ചെയ്യും, പക്ഷേ ഒഫീഷ്യൽ ചാനൽ അറിയാമല്ലോ, കുറേ സമയം എടുക്കും. അവർ അവരുടേതായ രീതിയിൽ പോകും. നമുക്ക് പെട്ടെന്നാണ്. ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്തിട്ട് ഉടനെ ഒരു ബിസിനസ്മാൻ രണ്ടുപേരെ കോൺടാക്ട് ചെയ്തിട്ട് ഒരാൾ അവിടെ ബിസിനസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ റീച്ച് ഔട്ട് ചെയ്തു. അവിടെ ഒരു സെന്റ് മേരീസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. പ്രശ്നം അവർക്കൊന്നും ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പോൾ ഇവരവിടെ പോകാനിരിക്കുകയാണ്. ഇവരവിടെ പോയിട്ട് കാര്യമില്ല, കാരണം അവർ ഇംഗ്ലീഷ് അറിയാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇയാൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്. ഇയാൾ സൈക്കിളിലാണ് ജോലിക്ക് വന്നത്. അപ്പോൾ വണ്ടി ഇടിച്ച് ആക്സിഡൻ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് ICU കിടക്കുകയാണ്. നമ്മൾ റീച്ച് ഔട്ട് ഇവർ നൈജീരിയക്കാരനാണ് ബൈസ്റ്റാൻഡർ. ഗവൺമെൻറ് അവിടെ ബൈസ്റ്റാൻഡർ കൊടുക്കും. ഏറ്റവും കുറഞ്ഞ പക്ഷം നമുക്ക് ചെയ്യാൻ പറ്റിയത് ആ അമ്മയ്ക്ക് മോനോട് സംസാരിക്കാനുള്ള ഒരു നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവർക്ക് മരിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്താനും തിരിച്ചുകൊണ്ടുവരാനുള്ള പ്രൊസീജിയർ കംപ്ലീറ്റ് നമ്മൾ ചെയ്തു കൊടുക്കും. അതൊന്നും കോസ്റ്റ് ഇല്ല, ഇതൊന്നും നമുക്ക് പൈസ ചിലവില്ലാത്ത രീതിയിൽ അവർക്ക് അങ്ങനെ ഒരു സൗകര്യം ചെയ്ത് കൊടുത്ത് അയാളവിടെ 2 മാസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ കൂടുതൽ. അപ്പം നിങ്ങൾക്ക് വീഡിയോക്കാട്ട് ശ്രദ്ധയിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളൊരു ഓൾറെഡി നെറ്റ്വർക്ക് ഉണ്ട്, പ്ലീസ് യൂസ് ഇറ്റ്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. അപ്പം വേറെ ഒന്നും ചോദിക്കാൻ നമുക്ക് ആദിവാസികളുടെ വീടിനെ പറ്റി പറഞ്ഞു. അത് ഇത്ര ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആദിവാസികൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടോ? ആദിവാസികൾക്കുള്ള വീട് 1 കോടി രൂപയുടെ ബഡ്ജറ്റാണ്. അതായത് 25 വീടുകൾ നമ്മൾ പണിഞ്ഞു കൊടുക്കുക, ബാത്റൂം എല്ലാം പ്രത്യേകം പണിഞ്ഞ് ഒരു ഗവൺമെൻറ് തരുന്ന സ്ഥലത്ത് മതിൽ കെട്ടി തിരിച്ചിട്ട്, അതായത് അവർക്ക് ഈ മൃഗങ്ങളുടെ ഒന്നും ശല്യമില്ലാത്ത രീതിയിൽ മതിൽ കെട്ടി ഗേറ്റിട്ട് അകത്ത് വീടുകളിങ്ങനെ 2 മുറിയിലുള്ള വീടുകൾ പണിഞ്ഞിട്ട് ബാത്റൂം ഫെസിലിറ്റി എല്ലാം സെപ്പറേറ്റ് ചെയ്താണ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തു. സ്ഥലം ഗവൺമെൻറ് തരും. അങ്ങനെയാണ് ഇതുവരെയുള്ളത്. അതും ഗാന്ധി ഭവൻ്റെ നേതൃത്വത്തിലാണ് അവിടുത്തെ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് അവരെ കണ്ടുപിടിക്കുന്നത്, ആർക്കൊക്കെ വീട് വേണം. അപ്പോൾ ഗാന്ധി ഭവൻ്റെ നെറ്റ്വർക്ക് ഞങ്ങൾ ഉപയോഗിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ അസോസിയേറ്റ് പ്രവർത്തിക്കുന്നതാണ് ഗാന്ധി ഭവനുമായിട്ട്. അപ്പം ഗാന്ധി ഭവൻ്റെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്. അവർക്ക് അതിനുള്ള മാൻ പവറുണ്ട്. ഞങ്ങൾക്ക് അത്രയും മാൻ പവർ ഇല്ല. അപ്പോൾ എല്ലാ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങൾ ആശ്രയിക്കുന്നത് ഗാന്ധി ഭവനെയാണ് കൂടുതൽ. മൈഗ്രേഷൻ സംബന്ധിച്ച് വീണ്ടും മലയാളി കൗൺസിലിൻ്റെ ഒരു നിലപാടാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ മൈഗ്രേഷൻ മൂലം ആൾക്കാർ ടാലന്റ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട്. കേന്ദ്ര സർക്കാരാണ് റിവേഴ്സ് മൈഗ്രേഷന് ടാലന്റിനെ തിരിച്ചുകൊണ്ടുള്ള റിവേഴ്സ് മൈഗ്രേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വീണ്ടും മലയാളി കൗൺസിൽ എന്താണ് കാണുന്നത്? ഒരു മൈഗ്രേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണോ? ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ചോയ്സാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ISROയുടെ ചൊവ്വയിലുള്ള മിഷൻ ഉണ്ടല്ലോ, അത് ലീഡ് ചെയ്തൊരു സയൻറ്റിസ്റ്റോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എനിക്ക് കാണിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടിയ കാര്യങ്ങൾ. ഒന്ന്, ഈ പ്രോജക്റ്റ് വേണോ വേണ്ടെന്നുള്ള ഗവൺമെൻറ് തീരുമാനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്താണ്, കാരണം പ്രോജക്റ്റിൻ്റെ ഡയറക്ടറാണ്. രണ്ടാമത്തത്, ഈ പ്രോജക്റ്റ് കഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഓഫർ കിട്ടും. അപ്പോൾ ഓഫറിൽ എന്ത് ചെയ്യണം? ഇനി ഇന്ത്യയിൽ നിൽക്കണോ, വിദേശത്ത് പോകണോ, ഇന്ത്യയിൽ തന്നെയുള്ള മൾട്ടിനാഷണൽസിൽ ജോയിൻ ചെയ്യണം. കാരണം ഒരു വലിയ ടെംപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ടെംപ്റ്റേഷനിൽ അദ്ദേഹം വേണ്ടില്ല, പക്ഷേ ഈ ടെംപ്റ്റേഷൻ വീഴുന്ന ഒത്തിരി പേരുണ്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പത്രങ്ങൾ നമ്മുടെ ISROയിൽ തന്നെ ടാലൻറ്റ് ട്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും പോവാണ് പുറത്തേക്ക്. 2-3 കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒന്ന്, സ്പീഡ് ഓഫ് ആക്ഷൻ, ഡിസിഷൻ എടുക്കൽ, ഫണ്ടിങ്. 4ാമത്തെ കാര്യം, ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുന്ന അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോമിന്റെ കുറവ്.
ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ടാലന്റ് ട്രെയിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങളൊക്കെ പുറത്തുപോയി ജോലി ചെയ്ത ആൾക്കാരാണ്. നമുക്ക് പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബൈ ക്വാളിഫിക്കേഷൻ ബൈ ഏജ് ആണ് നമ്മുടെ ഗ്രോത്ത്. പക്ഷെ വിദേശ രാജ്യങ്ങൾ അങ്ങനെയല്ല, ബൈ ടാലന്റ് ആണ് ഗ്രോത്ത്. അവിടെ നോക്കുന്നത് നിങ്ങൾ ഈ ജോലിക്ക് എത്രത്തോളം എഫിഷ്യന്റ് ആണെന്ന് മാത്രമാണ്. അപ്പൊ ഇവിടെ ഒരുപക്ഷെ ഒരു ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് അത് ബിടെക് ഉള്ള ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ ഓപ്പർച്യൂണിറ്റി ഒരു ഡിപ്ലോമക്കാരന് കിട്ടിയെന്നിരിക്കും. ഇവിടെ ഒരു പക്ഷേ ഒരു ഡോക്ടർ മാത്രമായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ ഡയറക്ടർ ആവും, അവിടെ ഒരു നേഴ്സിന് ഡയറക്ടർ ആവും. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എലമെന്റ്സിലാണ് ഇതിനകത്തുള്ളത്. പിന്നെ തീർച്ചയായിട്ടും സാമ്പത്തിക കാര്യങ്ങളുണ്ട്, സെറ്റിൽമെന്റ്, പിന്നെ പെൻഷൻ, ലൈഫ് സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യ വളരെ വലിയ ഗ്രോത്തിലാണ് ഇപ്പോൾ. ഇന്ത്യയുടെ ഗ്രോത്ത് ലോകം മുഴുവൻ വളരെ അത്ഭുതത്തോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ GDP ഗ്രോത്തിന്റെ ലെവല് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മോഡേണൈസേഷൻ നടക്കുകയാണ്. ലോകത്തെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള പിന്നെ ഡിജിറ്റൽ പ്രസൻസ് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ GPay തുടങ്ങിയ കാര്യങ്ങൾ ഇതുവരെയും ലോകത്ത് പല രാജ്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മളിപ്പോൾ ആധാർ എടുത്തു കഴിഞ്ഞാൽ ആധാർ ഒരു റെവല്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ID കാർഡ് ഇത്രയും വലിയൊരു കൺട്രിയിൽ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ സാഹചര്യങ്ങൾ നന്നാവുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ ഇവിടെ സെറ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കും. ഒരു ഇൻഡിവിജ്വലിനെ നമുക്കൊരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കാനോ നിരുത്സാഹപ്പെടുത്താനോ പറ്റത്തില്ല. ഇറ്റ് ഈസ് പ്യുവർലി ഇൻഡിവിജ്വൽ. ഇപ്പൊ നമ്മുടെ വീട്ടിലെ കുട്ടികളായിരുന്നാലും സഹോദരങ്ങളായിരുന്നാലും മക്കളായിരുന്നാലും നമുക്കൊരിക്കലും അവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അവർ കാണുന്ന പേഴ്സ്പെക്റ്റീവ് വേറെയാണ്. ആ പേഴ്സ്പെക്റ്റീവ് നാസയിൽ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി അതിനുവേണ്ടി പഠിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. BMW പോയി ജോലി ചെയ്യണം, അവിടുത്തെ ഒരു റിസർച്ചിൽ വർക്ക് ചെയ്യണം എന്ന് പറയുന്ന കുട്ടി. അങ്ങനെ ഒരുപാട് സാധ്യതകൾ. പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോപ്പുലേഷൻ കുറവാണ്, അപ്പൊ അവർക്ക് ടാലന്റ് ട്രെയിൻ ഉണ്ടാവും. യങ്സ്റ്റേഴ്സിന്റെ കുറവുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പൊ അവർ ടാലന്റിനെ അട്രാക്ട് ചെയ്യും. ഈ അട്രാക്ട് ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. ഇവിടെ പഠിക്കുന്ന സിസ്റ്റം അല്ല അവിടുത്തെ. നമ്മളിവിടെ സ്കൂളിൽ കംപ്ലീറ്റ് സബ്ജക്റ്റും പഠിക്കും, അവിടെ അവർ ആവശ്യമുള്ള സബ്ജക്റ്റ് പഠിക്കത്തുള്ളൂ. അതിലവർ എക്സൽ ചെയ്യും. ഒരുപക്ഷെ ഒരു ആവറേജ് അമേരിക്കൻ സ്റ്റുഡന്റിനോട് ഹിസ്റ്ററിയിലെ പല കാര്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഏകദേശം എല്ലാത്തിനെ കുറിച്ച് നല്ല നോളജാണ്. നിങ്ങൾ കോൺട്രഡിക്റ്ററി ആണ് ഞാൻ പറയുന്നതിൽ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഒബ്ജക്ട് ചെയ്യാം. പക്ഷെ ആ സിസ്റ്റം അങ്ങനെയാണ്. ആ സിസ്റ്റത്തിൽ പോകാൻ താല്പര്യമുള്ള കുട്ടികൾ നമ്മുടെ കൂട്ടത്തിൽ കൂടി വരികയാണ്. മൊബൈലിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി മൊബൈലിന്റെ അവൈലബിലിറ്റി, പിന്നെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ChatGPTയും പിന്നെ ഗൂഗിൾ ജെമിനിയൊക്കെ വന്നതിന് ശേഷം അറിവ് എവിടെ നിന്നും കിട്ടും. അപ്പൊ അവർക്ക് എന്ത് എവിടെ കിട്ടും എന്നുള്ളത് നന്നായി അറിയാം. അതിനനുസരിച്ച് അവർ താല്പര്യം, ഈ മൈഗ്രേഷൻ ഉണ്ട്, റിവേഴ്സ് മൈഗ്രേഷൻ. ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് നാട്ടിൽ വന്ന് സെറ്റ് ചെയ്യണമെന്നും ഇവിടെ അവരുടെ എക്സ്പീരിയൻസ് യൂസ് ചെയ്യണമെന്നും ബിസിനസ് ചെയ്യണമെന്നുള്ള താല്പര്യം കൂടി വരുന്നു. അത് രണ്ടും ഇതെന്ത് ഫെസിലിറ്റി വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ രണ്ടിനും ഉള്ള ഫെസിലിറ്റേറ്റർ ആയിട്ട് നിൽക്കാൻ, ഒരു ഡിസിഷൻ മേക്കർ അല്ല. താല്പര്യമുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ താല്പര്യമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാനല്ലേ? നന്ദി പറഞ്ഞവിടെ ആശ പോൾ നന്ദി പറയുന്നു. എൻ്റെ പേര് ആശ പോൾ. ഞാൻ വേൾഡ് മലയാളി കൗൺസിലിൽ ആക്ച്വലി പ്രവർത്തനം ആരംഭിക്കുന്നത് വയനാട് ജില്ലയിൽ നിന്നാണ്. അപ്പോൾ വയനാട് ജില്ലയിൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്ത് അവിടെ വയനാട് യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചു. അതിനുശേഷം നോർത്ത് പ്രൊവിൻസിൻ്റെ പ്രസിഡൻ്റായി. നോർത്ത് പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് 4 ജില്ലകൾ ചേരുന്ന നോർത്ത് പ്രൊവിൻസിൻ്റെ